പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ഏറ്റവും നിർണായകമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമളാൻ മാസത്തിലെ 2/3 ഭാഗവും പിന്നിട്ട് അവസാനത്തെ 10-ലെ 3-ാമത്തെ ദിവസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വീണ്ടും വിചാരം അനിവാര്യമാണ്. റമളാൻ കൊണ്ട് നേടേണ്ട ലക്ഷ്യം, നാം എടുക്കുന്ന നോമ്പ് കൊണ്ട് നേടേണ്ട ലക്ഷ്യം, മറ്റ് ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട റിസൾട്ട്, അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന വളരെ അനിവാര്യമാണ്. അതിൽ നോമ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് തുടക്കത്തിലെ ഖുതുബയിൽ, റമളാനിൻ്റെ 2-ാമത്തെ ദിവസത്തിലെ ഖുതുബയിൽ ഈ ഉള്ളവൻ സൂചിപ്പിച്ചിരുന്നു, ലഅല്ലകും തത്തഖൂൻ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതും അതിലൂടെ നാം നേടിയെടുക്കേണ്ടതുമായ ചൈതന്യം അത് തഖ്വയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. രാത്രി നിസ്കാരവും അതുപോലെ തന്നെ നോമ്പിൻ്റെയും പ്രതിഫലം പറഞ്ഞ സമയത്ത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന വളരെ അനിവാര്യമാണ്. കാരണം 10-20 ദിവസം കിട്ടിയിട്ട് നമ്മുടെ ജീവിതം ശഅബാനിൽ നിന്ന് വ്യതിരിക്തമായിട്ടില്ല എങ്കിൽ, ശഅബാനിൽ ഉണ്ടായിരുന്ന നമ്മുടെ അതേ മാനസികാവസ്ഥയാണ് ഈ റമളാനിലും ഇത്ര ദിവസം പിന്നിട്ടിട്ടും നമ്മുടെ മനസ്സ് അങ്ങനെ തന്നെയാണെങ്കിൽ ഈ റമളാൻ കൊണ്ട് നമ്മളൊന്നും നേടിയിട്ടില്ല എന്നാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നു എന്നതല്ലാതെ ഈ റമളാൻ കൊണ്ട് നാം നേടേണ്ട ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ മനസ്സിനെ വിലയിരുത്തേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ കൊണ്ടും നോമ്പ് കൊണ്ടും എല്ലാം നേടാൻ അള്ളാഹു പഠിപ്പിച്ചതായ ആ തഖ്വയും അതുപോലെ തന്നെ റബ്ബിലേക്കുള്ള പൂർണ്ണമായ സമർപ്പണ ബോധവും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ, നമ്മൾ വിജയിച്ചു. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 11ഓളം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അതിൽ ശ്രേഷ്ഠരായ സൃഷ്ടികളെ അള്ളാഹു പിടിച്ച് സത്യം ചെയ്തു. അതിനുശേഷം 12ാമതായി കൊണ്ട് സൂചിപ്പിച്ചത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചവനായിരിക്കുന്നു വിജയിച്ചവൻ എന്നാണ്. ഏതിന്? നമ്മുടെ ഹൃദയത്തെ. ഇത് രണ്ടും നോമ്പിൻ്റെയും ലക്ഷ്യങ്ങളെ പഠിപ്പിച്ചപ്പോൾ, നേടിയെടുക്കേണ്ട ഗുണത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അത് രണ്ടും ഹൃദയവുമായി കണക്റ്റീവാണ്, ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇല്ലേ? തഖ്വ നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സൂചിപ്പിക്കുന്നുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഭംഗിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉപരിവിപ്ലവമായ പ്രവർത്തനത്തിലേക്കോ അല്ല അള്ളാഹ് നോക്കുന്നത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും. ആദ്യം പറഞ്ഞ അതാണ്, ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന നിഷ്കളങ്കമായ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവുമാണ് അള്ളാഹ് പരിഗണിക്കുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാകണം. അതാണ് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ഹൃദയം പരിശുദ്ധമാകണം. തിന്മയിൽ നിന്ന്, മോശപ്പെട്ട ചിന്തകളിൽ നിന്ന്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വീഴുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അങ്ങനെ തിന്മകൾ അധികരിക്കുന്നതിനനുസരിച്ച് ഹൃദയം മലിനമാകും. ആ മലിനമായ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കലാണ് ഈ റമളാൻ കൊണ്ട് നേടേണ്ട 2ാമത്തെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് എത്തിപ്പെട്ടില്ലെങ്കിലോ? തുടക്കത്തിലെ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രാർത്ഥിക്കുന്നു. അതും മിമ്പറിലേക്ക് പ്രവാചകൻ കയറുന്ന സമയം ആമീൻ പറയുന്നത് പ്രവാചകനാണ്. റഹിമ അൻഫു ഇംറിഇൻ, ഒരു മനുഷ്യൻ മൂക്കുകുത്തി നാശമടയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. കാരണം എന്താ? അങ്ങനെ എതിര് പ്രാർത്ഥിക്കാനുള്ള കാരണം, റമളാൻ കിട്ടിയിട്ട് ആ റമളാൻ അവനിൽ നിന്ന് കടന്നുപോയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത അവസ്ഥയിലാണ് റമളാൻ അവനിൽ നിന്ന് വിട പറഞ്ഞതെങ്കിൽ അവൻ നാശമടയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. വളരെ ഗൗരവമേറിയ പ്രാർത്ഥനയാണ്. ഒരിക്കലും നമ്മൾ അത്തരം ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല എന്നാണ് ഞാനും നിങ്ങളും ദൃഢനിശ്ചയം എടുക്കേണ്ടത്. അതിനെന്തു വേണം? ഇനിയുള്ള സമയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം.
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ തുടക്കത്തിൽ വലിയ ആവേശമായിരുന്നു. റമദാനിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ദിവസവും ആദ്യത്തെ 10 ദിവസം വലിയ ആവേശമായിരുന്നു. പള്ളിയിലേക്ക് വരാൻ, നോമ്പെടുക്കാൻ, അതുപോലെ തന്നെ നന്മകളിൽ മുന്നേറാൻ എല്ലാ നിലക്കും സജീവമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ 10 ചില ആളുകൾക്ക് ഇങ്ങനെ ആളിക്കത്തിയെത്തി അണഞ്ഞു പോകുന്നത് പോലെ ഇങ്ങനെ ബാക്കിലോട്ട് പോയി തുടങ്ങി. അവസാനത്തെ 10 ആദ്യത്തെ 10 ഈ ഒരു പള്ളിയിലുള്ള സൊഫുകൾ നിറഞ്ഞ അവസ്ഥയല്ല ഇന്ന് പള്ളികളിൽ ഉള്ളത്. ഇതൊരു വാസ്തവമാണ്. അവസാനത്തെ 10 ആളുകൾ കമ്പോളത്തിലാണ്, ആളുകൾ ബിസിനസ്സിലാണ്, ആളുകൾ അവരുടെ ഡ്രസ്സ് എടുക്കാനും മറ്റു തിരക്കുകളിലുമായി അവരുടെ ഇബാദത്തുകൾ മറന്നുപോകുന്ന സാഹചര്യത്തിലേക്ക് ആളുകൾ എത്തി. സഹോദരന്മാരെ, ഇനിയുള്ള സമയമാണ്. നമ്മൾ ഒന്നുപോലും മിസ്സാകാത്ത രൂപത്തിൽ, നഷ്ടപ്പെടാത്ത രൂപത്തിൽ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് ഇനിയുള്ള സമയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഹദീസുകൾ വായിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറ, പ്രവാചകന്റെ ഉടുമുണ്ട് ഇറുക്കി ഉടുക്കുമായിരുന്നു. ഇതിനെ 2 രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, പിന്നെ ആ രാത്രികളിൽ, റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളിൽ ഭാര്യമാരുമായി ബന്ധപ്പെടുമായിരുന്നില്ല എന്നാണ്. റമദാനിന്റെ രാത്രികളിൽ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷെ ആ സമയം പോലും ഇബാദത്തിന് വേണ്ടി കൊടുക്കാൻ പ്രവാചകൻ തയ്യാറായി എന്നാണ്. ശബ്ദ മിഅ്സറ, മുണ്ടിനെ ഇറുക്കി ഉടുത്തു എന്നാണ്. തീർന്നില്ല, വഅഹ്യൽ ലൈല, ആ രാത്രികളെ ജീവിപ്പിച്ചു എന്നാണ്. റമദാനിന്റെ അവസാനത്തെ 10 രാത്രി ജീവിപ്പിച്ചു. ഗെയിം കളിച്ചിട്ടല്ല, പബ്ജി കളിച്ചിട്ടല്ല, റൈസ് കളിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോളിന്റെ ലൈവുകൾ കണ്ട് സമയം തീർത്തിട്ടല്ല. നമ്മള് ഫുട്ബോൾ ലൈവ് വരുമ്പോൾ അല്ലെങ്കിൽ മത്സരങ്ങൾ വരുമ്പോൾ അതിന് ഉറക്കമൊഴിഞ്ഞ് നമ്മൾ ആ കളികൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഫുട്ബോളിന്റെ മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഉറക്കവും നാളത്തെ പരീക്ഷയും എല്ലാം മറന്ന്, നമ്മുടെ ബിസിനസ്സും മറന്ന് ആ കളികൾ കാണാൻ വേണ്ടി പോയിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്ഷീണവും ഇല്ലാതെ പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പോയി, പിറ്റേ ദിവസം നമ്മുടെ ജോലിക്ക് പോയി. അന്നൊന്നും ഇതൊരു തടസ്സമല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇഅ്തികാഫിരിക്കാൻ പള്ളിയിലേക്ക് വരാൻ മടി പറയുന്നതാ നാളെ പരീക്ഷയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇഅ്തികാഫിരുന്നാൽ നാളെ ജോലിക്ക് പോകാൻ പ്രയാസാണ്, ഉറക്കം വരും, ആകെ പ്രയാസാണ്. ഫുട്ബോൾ കളി നടന്നപ്പോൾ പോകാൻ നമുക്ക് പ്രയാസമില്ലായിരുന്നു. നമ്മൾ അന്ന് പോയത് അല്ലാഹ് കണ്ടിട്ടുണ്ട്, നമ്മൾ അന്ന് പോയത് അല്ലാഹ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ട ഈ സമയത്തെ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അതും അല്ലാഹ് അറിയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ റമദാനിന്റെ അവസാനത്തെ 10 എന്നത് പ്രവാചകൻ ജീവിപ്പിച്ചിരുന്നു എന്നാണ്, ഉറങ്ങിത്തീർത്തു എന്നല്ല. പ്രവാചകൻ ആ സമയങ്ങളെ പരമാവധി യൂട്ടിലൈസ് ചെയ്തു എന്നാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് അങ്ങനെ ചെയ്തിട്ടില്ല. വഅയ്ഖള അഹ്ലഹു, തന്റെ കുടുംബത്തെ, തന്റെ ഭാര്യമാരെ വിളിച്ചുണർത്തി ഇബാദത്തിനു വേണ്ടി ക്ഷണിച്ചു എന്നാണ്, അവരതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ഒരു ശ്രദ്ധയിലുണ്ടാകേണ്ട കാര്യമാണ് തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും എല്ലാം വിളിച്ചുണർത്തി ഇബാദത്തിനു വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം എന്നാണ്. അതിനുവേണ്ടി ചെറിയ മക്കളാണെങ്കിൽ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട മറ്റൊരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊക്കെ ആദ്യത്തിൽ ആവേശമായിരുന്നു, പക്ഷെ അവസാനത്തിലേക്ക് ആയപ്പോൾ അതിൻ്റെ ആവേശം കെട്ടടയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ തിരിച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ തിരിച്ചാണ്. പ്രവാചകന്റെ ആദ്യ സമയങ്ങളിൽ മിതമായ രൂപത്തിലുള്ള ഇബാദത്തുകളിൽ മുന്നോട്ട് പോയിരുന്നു എന്നാണ് റമദാനിൽ. എന്നാൽ അവസാനത്തെ 10 എത്തിയാലോ യജ്തഹിദു ഫിൽ അശ്രിൽ ലവാഹിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, പ്രവാചകൻ മറ്റു 20 ദിവസങ്ങളിൽ കാണിക്കാത്ത അത്രയേറെ കഠിനാധ്വാനം അവസാനത്തെ 10 കാണിച്ചിരുന്നു എന്നാണ്, ആവേശം കാണിച്ചിരുന്നു എന്നാണ് ഇബാദത്തിൽ. നമ്മൾ നേരെ തിരിച്ചുമാണ്. നമുക്ക് ആദ്യത്തെ 10 വലിയ ആവേശമാണ്, എന്നാൽ അവസാനത്തെ 10 എത്തിയപ്പോഴേക്ക് എല്ലാം കെട്ടടഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങുന്ന സാഹചര്യമാണ്. അങ്ങനെയാകാൻ പാടില്ല. പ്രവാചകനെ പിൻപറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്തണം. അത് നമുക്ക് കൂടി ഉപകാരം, നമുക്കുകൂടി ഇബാദത്തുകളിൽ മുന്നേറാനും അള്ളാഹുവിൽ സമർപ്പണം പൂർണ്ണമായി കൊടുക്കുവാനും, അതോടൊപ്പം നമുക്കറിയാലോ ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്നത്. അത് ഒളിഞ്ഞിരിക്കുന്നത് അവസാനത്തെ 10 രാത്രിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ
പ്രവാചകൻ പഠിപ്പിച്ചത് അതാക്കും റമളാൻ ഷഹ്റുൻ മുബാറക്കുൻ എന്ന സുദീർഘമായ ഹദീസിനെ കുറിച്ച് അതിന്റെ അവസാനത്തെ സമയത്ത് അവസാനത്തെ ലഫ്ളുകളിൽ പ്രവാചകൻ പറഞ്ഞത് ലില്ലാഹി ഫീഹി ലൈല, അള്ളാഹുവിന് ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ഷഹർ, അത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമെന്നാണ്. 1000 മാസങ്ങളെക്കാൾ ഉത്തമം. 1000 മാസമാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും 83 വർഷവും ചില്ലറ ദിവസങ്ങളാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഇബാദത്തിലായി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടുമെന്ന് ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമ്പിച്ച ഓഫറാണ് നമുക്ക് നൽകുന്നത്. ആ രാത്രി ഒളിഞ്ഞിരിക്കുന്നത് അവസാനത്തെ 10-ലാണ്. അത് പോയി കിടന്നുറങ്ങിയാൽ അതിന്റെ പ്രതിഫലം കിട്ടില്ല. ഇനി ഹൈലോ നിഫാസോ ഉള്ള പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ അവർ വീട്ടിലിരുന്ന് അവരുടെ ഇബാദത്തുകളുമായി ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ അവർക്ക് തടസ്സമില്ല. ഡയറക്റ്റ് സ്പർശിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ ഫോണിലുണ്ട്, അതല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് ഖുർആനിന്റെ പേജുകൾ മറിക്കുന്നതിൽ അവർക്ക് തടസ്സമില്ല. അങ്ങനെ ഖുർആൻ പാരായണങ്ങൾ ചെയ്യാം, ദിക്റുകൾ ചെയ്യാം. നിസ്കാരം മാത്രം ഒഴിച്ചു നിർത്തണം എന്ന് മാത്രമാണ് അത്തരം അശുദ്ധിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തടയിടുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇനിയുള്ള രാത്രികളിൽ പരമാവധി ഇബാദത്തുകളിൽ കഴിയണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 കഴിഞ്ഞാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്. പ്രവാചകന്റെ മരണം വരെ അവസാനത്തെ 10 കഴിഞ്ഞാൽ പള്ളിയിൽ ഭജനം ഇരിക്കുമായിരുന്നു എന്നാണ്. ഇന്ന് നമ്മുടെ പള്ളിയിലെ ഇഅ്തികാഫിന്റെ അവസ്ഥ എന്താ? ഈ പള്ളിയിലെ അവസ്ഥ അല്ല ഞാൻ പറയുന്നത്. പൊതുവായി നമ്മുടെ പള്ളികളിലെ അവസ്ഥ ഇന്ന് ഇഅ്തികാഫിന്റെ പേരും പറഞ്ഞു വരും, എന്നിട്ട് റോഡിൽ സ്ട്രീറ്റ് ലൈറ്റിൽ അതിൻ്റെ അടിയിൽ ക്യാരം ബോർഡ് കളിച്ചിരിക്കും. അതല്ലെങ്കിൽ പള്ളിയുടെ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, കറങ്ങാൻ പോകും ചില കുട്ടികൾ. അതല്ലെങ്കിലോ പള്ളിയിൽ തന്നെ വരും, വന്നു കഴിഞ്ഞാൽ അവർ പബ്ജിയിലാണ്, അല്ലെങ്കിൽ ഗെയിമിലാണ്, അതല്ലെങ്കിൽ അവരുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അവരുടേതായ സോഷ്യൽ മീഡിയയിൽ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് പള്ളിയിലിരുന്ന് അത് കാണാൻ പാടില്ലാത്തതുപോലും കാണുന്ന സാഹചര്യത്തിലൂടെ ഇന്നലെ നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ പള്ളിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഇടമാണ്. അവിടെ നമ്മൾ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഇരിക്കുക. ഇനി ഉറക്കം വന്നാൽ കുറച്ച് ഉറങ്ങിയാൽ പോലും അതിന് പോലും പ്രതിഫലം എന്നാണ്. കുറേ നേരം ഖുർആൻ ഓതി, ദിക്റുകൾ പറഞ്ഞു, എന്നിട്ട് അല്പം ഉറങ്ങേണ്ട സാഹചര്യമുണ്ടായി, ക്ഷീണം വന്നു, ഉറങ്ങിയാൽ പോലും ആ ഉറക്കം പോലും ഇബാദത്താണ്. ഇഅ്തികാഫിന്റെ കൂലി നിയ്യത്ത് വെച്ച് പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, നിസ്സാരമായി ഇതൊന്നും കാണരുത് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടത്. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കണോ, രാത്രി ഈ റമളാനിന്റെ അവസാനത്തെ 10 മുഴുവൻ നിങ്ങൾ ഖിയാമിലാകണം എന്നാണ്. കാരണം ഏത് ദിവസമാണെന്ന് നമുക്കറിയില്ല. പണ്ഡിതന്മാർക്കിടയിൽ 46 അഭിപ്രായങ്ങളാണ് ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതും അവസാനത്തെ 10 എങ്ങനെ കണക്കാക്കണം എന്ന വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമാണ്. അതിൽ പണ്ഡിതന്മാർ പറയുന്നത് റമളാനിന്റെ 29 ദിവസമാണ് റമളാനിൽ കിട്ടുകയാണെങ്കിൽ അതിന്റെ അവസാനത്തെ 10 എങ്ങനെ കണക്കാക്കുക? 19 മുതൽ കണക്കാക്കണം എന്നാണ്. അതായത് നമ്മൾ 20 മുതൽ കണക്കാക്കുന്നു, പക്ഷെ 19 മുതൽ കണക്കാക്കണം. 19ന്റെ അന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ 10 സ്റ്റാർട്ടായി എന്നാണ്. 29 റമളാനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ. അങ്ങനെയുള്ള ഏറ്റ വ്യത്യാസങ്ങൾ പോലും പണ്ഡിതന്മാർ അവസാനത്തെ 10 എന്നാണല്ലോ, അവസാനത്തെ 10 എന്നാണ്. അപ്പൊ 29 കിട്ടുന്ന ദിവസം 10 കണക്കാക്കണമെങ്കിൽ ഒരു ദിവസം ബാക്കിലേക്കാകണം. ഇങ്ങനെ പോലും അതിനെ വിഷയത്തിൽ വിശാലമായി ചർച്ച ചെയ്ത പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, അവസാനത്തെ 10 മുഴുവൻ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ചില ആളുകളാകട്ടെ ഒറ്റയൊറ്റ ദിവസങ്ങൾ മാത്രം പള്ളിയിൽ അതിനുവേണ്ടി സെലക്ട് ചെയ്ത് ഇഅ്തികാഫിന് വേണ്ടി വരുന്ന ആളുകളുണ്ട്. ഒറ്റ ദിവസങ്ങൾ മാത്രം, 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്. പ്രവാചകൻ പറഞ്ഞു, അവസാനത്തെ 10 മുഴുവൻ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ അതിനു വേണ്ടിയാണ് മുൻഗണന നൽകേണ്ടത്. കാരണം പ്രവാചകന്റെ വാക്കുകൾക്കാണ് കൂടുതൽ പ്രാബല്യമുള്ളത്. അതുകൊണ്ട് അവസാനത്തെ 10 മുഴുവൻ, ഇനിയുള്ള 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നമ്മൾ റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ, ഇല്ലേ? റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവൻ നൽകി, നമുക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകി,
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാനുള്ള എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ റബ്ബിന് വേണ്ടി ഒരു 6 ദിവസം മാറ്റിവെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്ര നഷ്ടക്കാരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനിയുള്ള രാത്രികൾ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കണം, ഇബാദത്തുകളിൽ കഴിയാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഖിയാമുഹാ യകൂനു ബിസ്സലാത്തി വദ്ദിക്രി വദ്ദുആ വൽഖിറാഅത്തിൽ ഖുർആൻ വഗൈരി ദാലിക മിൻ വുജൂഹിൽ ഖൈർ. അദ്ദേഹം പറയാണ്, ഖുർആൻ പാരായണം, ദിക്ർ, നിസ്കാരം, അങ്ങനെ തുടങ്ങി ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലെല്ലാം കഴിഞ്ഞുകൂടുക എന്നതാണ് ഈ രാത്രികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, റസൂലെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, റസൂലെ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഞാൻ എന്തു പ്രാർത്ഥിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതും ഈ റമളാനിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ പറഞ്ഞു, 1 തഖ്വയാണ്, 2 പാപമോചനമാണ്. ആ രണ്ടാമത്തെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രവാചകൻ ഇവിടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക, തീർച്ചയായും നീ, അൽ അഫു, നീ അഫു ഉള്ളവനാണ്, വിട്ടുവീഴ്ച നൽകുന്നവനാണ്. അള്ളാഹുവിന്റെ നാമമാണ് അൽ അഫു എന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് അള്ളാഹു വിട്ടുവീഴ്ച നൽകും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോട് ആരെങ്കിലും അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ തൽക്കാലം ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഗതി ഉണ്ടാവില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നത്. ഇനി വിട്ടുവീഴ്ച ചെയ്തിട്ട് പിന്നീടും അതേ അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാലോ പഴയത് കൂടി കൂട്ടിച്ചേർത്ത് രണ്ടും കൂടി ആകെ പ്രശ്നമാവും. അത് വിട്ടുവീഴ്ച എന്ന് പറയൂല. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പുറത്തു കൊടുത്ത് പിന്നെ അത് മനസ്സിലില്ലാത്ത രൂപത്തിൽ അതിനെ മറന്നു കളയലാണ്. പിന്നെയും അതുണ്ടായി കഴിഞ്ഞാൽ പഴയത് എടുത്തു വെച്ച് പറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്വാൻ. അതുകൊണ്ടാണ് ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, തീർന്നില്ല, തുഹിബ്ബുൽ അഫ്വ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് എന്നോട് സോറി പറയട്ടെ, അപ്പൊ ഞാൻ പുറത്തു കൊടുക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. അടിമയെ പ്രതീക്ഷിച്ചിരിക്കും. തിന്മകൾ ചെയ്തു പോയവർ, അവർ പൊറുക്കലിനെ തേടാൻ വേണ്ടി അള്ളാഹു ഇങ്ങനെ കാത്തു നിൽക്കുന്നതാണ്, കൈനീട്ടി നിൽക്കുമെന്നാണ്. അള്ളാഹു പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് വിട്ടുവീഴ്ച തരണം. ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ, ദുർബല നിമിഷങ്ങളിൽ റബ്ബേ, ഞാൻ ചെയ്തു പോയ തിന്മകൾ നീ വിട്ടുവീഴ്ച നൽകി പുറത്തു മാപ്പാക്കി നൽകണം എന്ന പ്രാർത്ഥനയാണ് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി നമ്മുടെ നാവുകളിൽ അധികമായി ഉയരേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ഈ പ്രാർത്ഥന നിരന്തരമായി രാവിലും പകലിലും എല്ലാം നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ജീവിതത്തിൽ ചില ആളുകൾക്കെങ്കിലും ഒരു പക്ഷേ ചെയ്തു പോയ തെറ്റിന്റെ വിഷയത്തിൽ നിരാശയുണ്ടാകും. ഞാനൊക്കെ എങ്ങനെയൊക്കെ തെറ്റ് ചെയ്തല്ലേ, ഞാൻ കുറേ നാള് ഒരു ജാഹിലിയത്തിൽ കഴിഞ്ഞവനല്ലേ, ഇനി എങ്ങനെയാണ് എനിക്ക് അല്ലാഹ് പുറത്തു തരിക എന്ന വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വിചാരം അങ്ങ് മാറ്റിവെക്കണം. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ നിരാശരാകരുത്. ജീവിതത്തിൽ വലിയ വലിയ തിന്മകൾ ചെയ്തു പോയിട്ടുള്ളവരുണ്ടോ? നിങ്ങൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എല്ലാ പാപങ്ങളും അവൻ പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അല്ലാഹു വീണ്ടും പറയാണ്, ഇന്നി ലഗഫാറുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഞാൻ ഗഫാറാണ്. അല്ലാഹു ഗാഫിറാണ്, അല്ലാഹു ഗഫാറാണ്. ഗാഫിറുദ് ദംബി വഖാബിലുത് തൗബ അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചതാണ്. നമ്മുടെ തൗബകൾ സ്വീകരിക്കാൻ തയ്യാറായി അല്ലാഹു നിൽക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദ. ആര് തൗബ ചെയ്തോ, വിശ്വാസം ക്ലിയറാക്കി, സൽക്കർമ്മങ്ങളിൽ ഇനി മുന്നോട്ട് പോയി അങ്ങനെ നേരായ പാതയിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫാറാൻ, അവൻ പുറത്തു തരുന്ന. അപ്പൊ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ
ആ തിന്മകളെ തിരിച്ചറിഞ്ഞ് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് റബ്ബേ ഇനി ഞാൻ ആ തെറ്റിലേക്കില്ല, എനിക്ക് നീ പുറത്തു തരണം എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾ നാസിഹായ തൗബ ചെയ്യണം. എന്താ നാസിഹായ തൗബ എന്ന് പറഞ്ഞാൽ? നിഷ്കളങ്കമായ നിഷ്കപടമായ തൗബയായിരിക്കണം. അതിൽ 3 ഷർത്തുകളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാമത്തത്, ചെയ്തു പോയ തിന്മകളെ പൂർണ്ണമായി ഒഴിവാക്കണം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തൗബ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം. രണ്ടാമത്തത്, ചെയ്തു പോയ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മനസ്സിൽ അതിന്റെ വിഷമമുണ്ടാകണം, ഖേദമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നദുമു തൗബ, തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഖേദം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി മൂന്നാമത്തത്, ആ തിന്മയിലേക്ക് അവസരം കിട്ടിയാൽ വീണ്ടും ചെയ്യാമെന്ന ലക്ഷ്യത്തോടു കൂടിയല്ല തൗബ ചെയ്യേണ്ടത്. മറിച്ച് എത്ര വലിയ അവസരം കിട്ടിയാലും റബ്ബേ ഇനി ഞാൻ ആ തിന്മയിലേക്ക് മടക്കയാത്ര ഇല്ല എന്ന ദൃഢനിശ്ചയം ഉണ്ടാകണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നാസിഹായ തൗബ എന്ന് പറഞ്ഞാൽ തിരിച്ച് തിന്മയിലേക്ക്, ചെയ്തു പോയ തിന്മയിലേക്ക് തിരിച്ചു മടങ്ങാത്തതാണ്. ഏതുപോലെ എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒരു അകിടിൽ നിന്ന്, പശുവിന്റെ അകിടിൽ നിന്ന് പാല് പുറത്തേക്ക് വന്നാൽ ആ പാല് തിരിച്ചു പോകുകയില്ല, ആ അകിടിലേക്ക് തിരിച്ചു കടക്കുകയില്ല എന്നത് എത്രമാത്രം ദൃഢമുള്ള വിഷയമാണോ നമുക്ക്, അതുപോലെ ദൃഢമുണ്ടാകണം. ഞാനിനി ആ തിന്മയിലേക്ക് തിരിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ടായിരിക്കണം ആ തൗബ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. നാലാമത്തെ ഒരു ഷർത്തു കൂടിയുണ്ട്. അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, ഞാൻ ഒരു വ്യക്തിയുമായി ചില വിഷയങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി ആ ബന്ധപ്പെട്ട വിഷയത്തെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് പൊറുക്കലിനെ തേടണം, എന്നിട്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത് എന്നുകൂടി പണ്ഡിതന്മാർ നാലാമത്തെ ഷർത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ തൗബ ചെയ്താലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യബ്സുത്തു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ. പകലിൽ തിന്മ ചെയ്തവർ അവർ തൗബ ചെയ്യാൻ വേണ്ടി രാത്രി അവർ ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 2 കരങ്ങൾ വിരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അതേ വിഷയം വീണ്ടും പറഞ്ഞു, രാത്രിയിൽ തിന്മ ചെയ്തു പോയവർ അവർ പകലിൽ തൗബ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ 2 കരങ്ങൾ, അല്ലാഹുവിന്റെ കരങ്ങൾ വിശാലമാക്കിക്കൊണ്ട് തൗബ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സുദീർഘമായ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞ് ഖുദ്സിയായ ഹദീസിൽ കാണാം, യബ്ന ആദം ലൗ ബലഗത് ദുനൂബ് അനാന സമാഇ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക്. അല്ലാഹു പറയാണ്, ആകാശം മുട്ടുവോളം തിന്മ ചെയ്തിട്ട്, ആകാശം മുട്ടുവോളം തിന്മ ചെയ്തിട്ടാണ് നീ എൻ്റെ അടുത്ത് വന്ന് തൗബ ചെയ്യണമെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു തരുന്ന. അതേ ഹദീസിൽ വീണ്ടും പറഞ്ഞു, യബ്ന ആദം, ആദം സന്തതിയെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ. ഈ ഭൂമി നിറച്ച്, ഈ ഭൂമി എത്ര വിശാലാണ്, ഈ ഭൂമി നിറച്ച് തിന്മയുമായി കൊണ്ടാണ് നീ എൻ്റെ അടുക്കലേക്ക് തൗബയുമായി വരുന്നത്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് കേട്ടോ, ലാ തുശ്രിക് ബി ഷൈഅ. എന്നിലൊന്നും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ് നിന്റെ ജീവിതമെങ്കിൽ, തൗഹീദുള്ള വ്യക്തിയാണെങ്കിൽ, അത് അടിവരയിടേണ്ട വാചകാണ്. തൗഹീദുണ്ട്, ശിർക്കില്ലാത്ത ജീവിതമാണെങ്കിൽ അവൻ ചെയ്ത തിന്മകൾ അത് ഭൂമി നിറച്ചാണെങ്കിലും ശരി, തിന്മ ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്, അതുകൂടി മനസ്സിലാക്കണം. അറിവില്ലാത്തതിൻ്റെ പേരിൽ തിന്മ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അവൻ തൗബ ചെയ്തു മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹ് പറയണേ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആ ഭൂമിയോളം നിറച്ച് മഗ്ഫിറത്തുമായി കൊണ്ട് ഞാൻ നിന്റെ അടുക്കലേക്ക് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പാപമോചനം തേടിയിട്ടുണ്ട്, പാപമോചന പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിൽ ഇരുന്ന് എണീക്കുമ്പോഴേക്ക് 100 തവണ പ്രവാചകൻ ഇസ്തിഗ്ഫാർ തേടിയിരുന്നു എന്നാണ്. പാപമോചനം ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ പാപികളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം പാപമോചനം തേടണമെന്നും തൗബ ചെയ്യണമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ രാത്രികളിൽ, ഇനിയുള്ള രാത്രികളിൽ ഒഴിഞ്ഞിരുന്ന് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മനസാന്നിധ്യത്തോടു കൂടി പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തേണ്, മനസാന്നിധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം.
ചില ആളുകൾ എന്തെന്ന് വെച്ചാൽ ഈ മതിലിലേക്ക് ചാരിയിരിക്കും, പള്ളിയുടെ ചുമരിലേക്ക് ചാരിയിരിക്കും, എന്നിട്ട് കൈകൾ പൊക്കും, അവിടെ നടക്കുന്ന എല്ലാം നോക്കിക്കാണും, എന്നിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ അർത്ഥമില്ല. ഗാഫിലായ കൽബ് എന്നാണ്. അങ്ങനെയുള്ള പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കൂല. നമ്മൾ റബ്ബിലേക്ക് പൂർണ്ണമായി ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിൻ്റെ സ്മരണയോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി നമ്മൾ നമ്മുടെ തിന്മകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, റബ്ബിനോട് തേടാൻ, റബ്ബിനോട് കരഞ്ഞ് നമ്മുടെ കണ്ണുകൾ നനച്ച് റബ്ബിനെ കുറിച്ച് ഓർത്ത് ആ റബ്ബിൻ്റെ മഖാമിനെ ഓർത്ത് നമ്മൾ റബ്ബിനോട് തേടാൻ, പ്രാർത്ഥിക്കാൻ, പാപമോചനം തേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ക്വാളിറ്റി എടുത്തു പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. നമ്മൾ ആലോചിക്കേണ്ട ആയത്താണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. 23 ദിവസം നമ്മൾ അത്താഴം കഴിക്കാൻ എണീറ്റിട്ടുണ്ട്. 23 ദിവസം നമ്മൾ അത്താഴം കഴിക്കാൻ എണീറ്റിട്ടുണ്ട്. ആ അത്താഴം കഴിക്കാൻ എണീറ്റ സമയത്ത് എത്ര പേർ തൗബ ചെയ്തിട്ടുണ്ടാവും? എത്ര പേർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും? വിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അത്താഴത്തിന്റെ സമയത്ത് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് എന്ന്. നമ്മളൊന്ന് വിലയിരുത്തണം. ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അത് ചെയ്യാൻ, തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. പാപമോചനം തേടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തേടിയാലോ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന തൗബ ചെയ്യുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടും. മാത്രമല്ല, ഇന്ന് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിർഭയത്വമില്ലാതെ വിശ്വാസികൾ പോലും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും അതിന്റെ വിഷയത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാട്ടിൽ വരാൻ കഴിയാതെ ഫ്ലൈറ്റ് ക്യാൻസലായവർ, സ്വന്തം ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിനുള്ളിൽ കഴിയുന്നവർ, നമ്മുടെ നാടുകളിൽ പോലും ഇന്ന് പാചകവാതകത്തിന് ക്ഷാമം നേരിട്ട സാഹചര്യം അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്ന് നൽകും, നിർഭയത്വം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയണം. അവർക്ക് മേൽ അള്ളാഹ് ശിക്ഷ ഇറക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ വീണ്ടും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അങ്ങനെ ഒട്ടനവധി ഓഫറുകളാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് ലഭിക്കാനിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയം പറഞ്ഞപ്പോൾ, ഇസ്തിഗ്ഫാറിന്റെ വിഷയം പറഞ്ഞപ്പോൾ 4 ആയത്തുകളിൽ 4 വ്യത്യസ്തമായ ഓഫറുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പാപമോചനം നൽകുമെന്ന് പറഞ്ഞു. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ചൂട് കൂടി വരാൻ, ഒരല്പം ആശ്വാസം കിട്ടാൻ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. നമ്മുടെ മക്കൾ അതിൽ അഭിവൃദ്ധി നൽകും, മക്കളെ തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകുമെന്ന് പറഞ്ഞു, കൃഷിയിൽ അഭിവൃദ്ധി നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ ഓഫറുകൾ ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിയണം. അതിലെല്ലാം ഉപരി ഈ റമദാൻ വിട പറയുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളായേക്കാം. 29 റമദാനാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച റമദാനായേക്കാം. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഒരു വിഷയം കൂടി പറയാനാണ് ഈ ഒരു ഖുതുബയെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ സകാത്തുൽ ഫിത്ർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മസ്അലകൾ സൂചിപ്പിക്കാൻ. ഒന്ന്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. ആർക്കാ നിർബന്ധമായിട്ടുള്ളത്? പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നു. അലൽ അബ്ദി വൽ ഹുജ്ജി വൽ ദക്കരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി വൽ മുസ്ലിമീൻ മിനൽ മുസ്ലിമീൻ. പണ്ഡിതന്മാർ പറയാണ്, ചെറിയ കുട്ടിയാകട്ടെ വലിയ ആളാകട്ടെ, അടിമയാകട്ടെ ഉടമയാകട്ടെ, പെണ്ണാകട്ടെ ആണാകട്ടെ, എല്ലാ ആളുകൾക്കും, മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാവർക്കും നിർബന്ധമായും ഈ സകാത്തുൽ ഫിത്ർ നൽകണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എപ്പോൾ നൽകണം എന്നാണ് മൂന്നാമത്തെ മസ്അല. എപ്പോൾ നൽകണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅമറ ബിഹാ അൻ തുഅദ്ദി ഖബ്ല ഖുറൂജി നാസി ഇല സ്വലാത്ത്. ജനങ്ങൾ ഈദ് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കണം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞു, മൻ അദ്ദാഹ ഖബ്ല സ്വലാ ഫഹിയ സകാത്തുൻ മഖ്ബൂലത്തുൻ. അതാരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് ആളുകൾ പുറപ്പെടുന്നതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്താകുന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വമൻ അദ്ദാഹ ബഅദ സ്വലാ ഫഹിയ സദഖത്തുൻ മിൻ സദഖാത്ത്. ആരെങ്കിലും ഈദ് നിസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് വെറും ദാനധർമ്മങ്ങളിൽ മാത്രമേ പെടുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഈ സകാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് ഈദ് നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം
ചില ആളുകൾക്ക് ആ ഒരു സമയത്ത് സാഹചര്യമില്ലെങ്കിൽ സ്വഹാബികളുടെ കർമ്മങ്ങളിൽ കാണാൻ കഴിയും, 1-2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 28-നോ 29-നോ അവർക്ക് സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിൽ വിരോധമില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു അസറിൽ കാണാൻ കഴിയും സ്വഹാബികൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ 28-നോ 29-നോ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്നാണ്. ഇനി സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് 4ാമത്തെ മസ്അല. സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിന്റെ ലക്ഷ്യം സക്കാത്തുൽ ഫിത്രി തുഹറത്തുൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്. നമുക്കറിയാം നമ്മുടെ നോമ്പിൽ ചില അപാകതകൾ വന്നിട്ടുണ്ട്, ഈ റമദാനിൽ ചില സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ട്. ആ സ്ഖലിതങ്ങളെ തീർക്കുവാനും പൊയ്പ്പിക്കുവാനുമാണ്, അതിനെ പരിഹാരമായി കൊണ്ടാണ് ഈ സക്കാത്തുൽ ഫിത്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതാണ് 1ാമത്തെ ലക്ഷ്യം. 2ാമത്തെ ലക്ഷ്യം എന്താ? വതുഅ്മത്തുൻ ലിൽ മസാകിൻ, പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം കൂടിയാണ് ഈ സക്കാത്തുൽ ഫിത്ർ എന്നത്. അതുകൊണ്ടാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുത്തു വീടണമെന്നുകൂടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി എവിടെയാ നൽകേണ്ടത്? ചില ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഗൾഫിൽ നിൽക്കുന്നവർക്ക് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ, ഇവിടെ ഉള്ളവർക്ക് പിന്നെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ, അവിടെ പാവപ്പെട്ട ആളുകളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ശരീരം എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കണം എന്നാണ്. അതാണ് അഫ്ളൽ. നമ്മൾ എവിടെയാണുള്ളത് അവിടെ കൊടുക്കണം. നമ്മൾ ഗൾഫിലാണ് ജോലി സംബന്ധമായിട്ടുള്ളെങ്കിൽ അവിടെ കൊടുക്കണം. നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ നാട്ടിൽ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ എല്ലാവരും സമ്പന്നരാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്നും അങ്ങനെ പാവപ്പെട്ടവരാരും ഇല്ല, ഇവിടെ എല്ലാവരും സമ്പന്നരാണ് എങ്കിൽ പിന്നെ അവർക്ക് ആലോചിക്കാം പാവപ്പെട്ട നാടുകളിലേക്ക് അയക്കാനുള്ള സംഗതികൾ നമുക്ക് നോക്കാം. പക്ഷെ അത് സമയത്തിനുള്ളിൽ അവിടെ എത്തുന്നു എന്ന ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കുകയും വേണം. ഇനി അതോടൊപ്പം എന്താ കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു സ്വാഅ മിൻ തംരിൻ ഔ സ്വാഅ മിൻ ശഈർ. ചില റിപ്പോർട്ടുകളിൽ കൂടുതലായി കൊണ്ടും കാണാൻ കഴിയും. അതായത് ആ നാട്ടിലുണ്ടായിരുന്ന ഭക്ഷണമായിരുന്നു ഈത്തപ്പഴവും ഗോതമ്പും ബാർലിയുമെല്ലാം അന്ന്. എന്നാൽ നമ്മുടെ നാട്ടിൽ കൂടുതലായി കൊണ്ട് ഭക്ഷണമായി ഉപയോഗിക്കുന്നത് എന്താ? അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം അരിയാണ് കൂടുതൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഗോതമ്പാണ്. അവിടെ ആ നാട്ടിലുള്ള ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം എന്താണോ അതാണ് സക്കാത്തുൽ ഫിത്റായി കൊടുക്കേണ്ടത്. എത്രയാ കൊടുക്കേണ്ടത്? അതാണ് ഇനി അവസാനത്തെ മസ്അല. എത്ര കൊടുക്കണം? ഒരാളുടെ ഒരു പൂർണ്ണ വലിപ്പമെത്തിയ ഒരു പുരുഷന്റെ 2 കൈകൾ ചേർത്ത് വെച്ചാൽ അതൊരു മുദ്ദാണ്. അങ്ങനെയുള്ള 4 മുദ്ദുകളാണ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള 4 മുദ്ദുകൾ. അപ്പോൾ ഒരു സാമാന്യ വലിപ്പമെത്തിയ ഒരു വ്യക്തിയുടെ 2 കരങ്ങൾ ചേർത്ത് വെച്ച് പണ്ഡിതന്മാർ അളവ് പറഞ്ഞത് 675 ഗ്രാം എന്നാണ്. ചില പണ്ഡിതന്മാർ 600 ഗ്രാം എന്ന് പറഞ്ഞവരുണ്ട്, അതിൽ കുറച്ച് പറഞ്ഞവരുമുണ്ട്. സൂക്ഷ്മതയുടെ പേരിൽ 2400 ഗ്രാം, അതായത് 2 കിലോ 400 ഗ്രാം കൊടുത്താൽ മതിയാകുന്നതാണ്. ഇനി അതിൽ കൂടുതൽ കൊടുത്താലും അതും നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. 2700 ഗ്രാം വരെ 750 ഗ്രാം വരെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതിൽ കുറച്ച് പറഞ്ഞവരെയും കാണാൻ കഴിയും. സൂക്ഷ്മതയുടെ പേരിൽ 2400 ഗ്രാമെങ്കിലും നമ്മൾ കൊടുക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.